നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സർക്കാർ പരിപാടിയിൽ മുഖ്യമന്ത്രിക്കൊപ്പം CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷും. മുഴുപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് ക്ഷണിക്കാതെ വലിഞ്ഞു കയറി CPM നേതാവ് എത്തിയത്. മന്ത്രി റിയാസിനടുത്ത് ഒരു ഇരിപ്പിടവും തരപ്പെടുത്തിയിരുന്നു. സർക്കാർ പരിപാടിയിൽ കണ്ണൂർ സഖാക്കന്മാർക്കും എല്ലാ സഖാക്കന്മാർക്കും പങ്കെടുക്കാം. എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ ക്ഷണം അനുസരിച്ചെത്തിയ മുൻ കേന്ദ്രമന്ത്രിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖരനെ വേദിയിൽ കയറിയതിന്റെ പേരിൽ അല്പം മുൻപ് തന്നെ വേദിയിലെത്തിയതിന്റെ പേരിൽ വിവാദമുണ്ടാക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ മരുമകനായ മന്ത്രി മുഹമ്മദ് റിയാസ്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ ബഹളവുമായി. എന്നാൽ കണ്ണൂരിലെ സർക്കാരിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണമില്ലാതെ CPM നേതാക്കൾക്ക് വലിഞ്ഞു കയറുമ്പോൾ ഒരു പരാതിയും മന്ത്രി മുഹമ്മദ് റിയാസിന് ഇല്ലതാനും. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ക്ഷണമില്ലാതിരുന്നിട്ടും വലിഞ്ഞു കയറിയാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് എത്തിയത്. ഇതോടെ സഖാക്കൾക്ക് പ്രോട്ടോകോൾ ബാധകമല്ലേ എന്നാണ് ഉയരുന്ന ചോദ്യം. സ്വന്തമായി പാർട്ടി കോടതി വരെയുള്ളവരാണ് ഇവർ എന്നും അത്തരത്തിലുള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രി ഉദ്ഘാടകനായ സർക്കാർ പരിപാടിയിലേക്ക് CPM ജില്ലാ സെക്രട്ടറി വേദിയിലെത്തിയതാണ് വിവാദത്തിലായത്. മുഴുപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം പദ്ധതിയുടെ 1ാം ഘട്ട പൂർത്തീകരണത്തിന് ഉദ്ഘാടന ചടങ്ങിലാണ് ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് ക്ഷണിക്കാതെ അതിഥിയായി പങ്കെടുത്തത്. മുഖ്യമന്ത്രി വരുന്നുണ്ടെന്നറിഞ്ഞ രാഗേഷ് നുഴഞ്ഞു കയറിയെന്നാണ് വിവരം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും രാഗേഷിനെ മാറ്റിയത് അടുത്തിടെയാണ്. പരിപാടി സംബന്ധിച്ച പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പത്രക്കുറിപ്പിൽ മുൻ MP എന്നാണ് കെ രാഗേഷിന്റെ പേരിനൊപ്പം ചേർത്തത്. എന്നാൽ വിനോദസഞ്ചാര വകുപ്പ് നടത്തിയ പരിപാടിയിലേക്ക് CPM ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കോ മുൻ MP എന്ന നിലയ്ക്കോ കെ രാഗേഷിനെ ക്ഷണിച്ചിട്ടില്ലെന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇൻഫർമേഷൻ ഓഫീസറും പറയുന്നു. മറ്റു രാഷ്ട്രീയ നേതാക്കൾ ആരും തന്നെ ഉദ്ഘാടന വേദിയിലോട്ട് ഉണ്ടായിരുന്നുമില്ല. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും രാജ്യസഭാ മുൻ അംഗവുമായ രാഗേഷ് കഴിഞ്ഞ മാസമാണ് CPM ജില്ലാ സെക്രട്ടറിയെ ചുമതലയേറ്റത്. MP മാരായ കെ സുധാകരൻ, വി ശിവദാസൻ, പി സന്തോഷ് കുമാർ എന്നിവരുടെ പേരുകൾ മുഖ്യാതിഥികളായി കാര്യപരിപാടിയിൽ ഉണ്ടായിരുന്നെങ്കിലും ശിവദാസൻ മാത്രമേ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളൂ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, CPM സംസ്ഥാന സമിതി അംഗം, മുൻ രാജ്യസഭാ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള രാഗേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കിയത് പല മുതിർന്ന നേതാക്കളെയും അവഗണിച്ചുകൊണ്ടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കെ രാഗേഷിന്റെ ഗോഡ് ഫാദർ. സംസ്ഥാന കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതും. M പ്രകാശന്റെയും TV രാജേഷിന്റെയും പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നെങ്കിലും അവസാനം കെ രാഗേഷിന്റെ പേരിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. പിണറായി വിജയന്റെ മാനസപുത്രനായ കെ രാഗേഷിനെ കൈവിടാൻ CPMന് കഴിയില്ല. രാഗേഷിനെ പുകഴ്ത്തിയാണ് ദിവ്യ S അയ്യർ രംഗത്ത് വന്നത്. അന്ന് ഇത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്ത സംഭവമാണ്. ഇപ്പോൾ ഏതായാലും CPM നേതാക്കൾക്ക് വലിഞ്ഞു കയറി എവിടെയും ചെല്ലാമെന്നും മറ്റാർക്കെങ്കിലും ക്ഷണം സ്വീകരിച്ചു പോലും എത്തിയാൽ അവരെ വച്ചു പൊറുപ്പിക്കില്ല എന്നുമുള്ള നയമുള്ളത് CPMന് തന്നെയാണ്. ഇത്തരത്തിലൊരു ട്രോൾ ഉണ്ടാക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും അത് കാര്യമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഫലം കണ്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.